നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അമേരിക്കയിലെ ന്യൂജേഴ്സിയിലെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയാണ്. 1746 ഈ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. അമേരിക്കയിലെ 4ാമത്തെ യൂണിവേഴ്സിറ്റി ആയിട്ടാണ് രൂപം കൊണ്ടത്. ഇത് അത്രയും പഴക്കമുള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. ഐൻസ്റ്റീനെ പോലെ പ്രഗത്ഭരും ഇവിടെ ഗവേഷണം നടത്തി പല കണ്ടെത്തലുകളും ലോകത്തിന് സംഭാവന ചെയ്ത ഈ മണ്ണിനെ കാണുക, ഇവിടെ ഒന്ന് നടന്നു നീങ്ങുക എന്നുള്ളത് ഒരു ജീവിത അഭിലാഷമായി ഞാൻ കാണുകയാണ്. ഈ മണ്ണിൽ നിൽക്കുമ്പോൾ ലോകശാസ്ത്രത്തെ മാറ്റിയത് E=mc². എൻ്റെ മനസ്സിലൂടെ, എൻ്റെ ശരീരത്തിലൂടെ കടന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. അത്രയും ഐൻസ്റ്റീൻ ഈ മണ്ണിൽ വെച്ച് ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ മണ്ണിലൂടെ നടക്കുക, ഈ ബിൽഡിങ്ങൊക്കെ ഒന്ന് കാണുക, വളരെ പഴക്കമുള്ള ഈ ബിൽഡിങ്ങൊക്കെ ഒന്ന് കാണുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. ലോകത്ത് ഒരുപാട് ഇക്വേഷനുകളുണ്ട്. ഫിസിക്സിലായാലും മാത്സിലായാലും കെമിസ്ട്രിയിലായാലും നിരവധി ഇക്വേഷനുകളുണ്ടെങ്കിലും ലോകത്തെ ഏറ്റവും വാല്യുബിളായിട്ടുള്ള, അല്ലെങ്കിൽ നിർവചിക്കാൻ ഏറ്റവും ഊർജവും പ്രകാശത്തിൻ്റെ വേഗതയും മാസ്, പിണ്ഡം എന്നിവയെല്ലാത്തിൻ്റെയും ഒരു ഇക്വേഷനായിട്ട് രൂപം കൊണ്ട E=mc². ലോകത്ത് ആറ്റം ബോംബ് ഉണ്ടാക്കാൻ ഇത് ഉപയോഗിച്ചു എന്നുള്ളത് സത്യമാണെങ്കിലും ഐൻസ്റ്റീൻ ഒരുവിധ സപ്പോർട്ടോ അല്ലെങ്കിൽ ഐൻസ്റ്റീൻ്റെ സമ്മതമോ അതിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും വലിയ കണ്ടെത്തലുകൾ നടത്തിയ മണ്ണ്, യൂണിവേഴ്സിറ്റിയൊക്കെ കാണുക, അവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ പാശ്ചാത്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത് മനസ്സിന് നിറയെ സന്തോഷമുണ്ടാകുന്ന ഏവർക്കും ഒരാഗ്രഹമാണത്. അതുകൊണ്ടാണ് ഈ യൂണിവേഴ്സിറ്റിയിൽ വന്ന് ഈ അങ്കണമൊക്കെ ഞാൻ പകർത്തി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. അടുത്തത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അമേരിക്കയിൽ വരാനുണ്ടായ കാരണം എൻ്റെ മകൻ്റെ ഏർപ്പാട് ചെയ്ത വിസ അതുകൊണ്ട് മാത്രമാണ്. അവനിവിടെ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിലേക്കാണ് നമ്മൾ അടുത്തതായി പോകുന്നത്. റട്ഗേഴ്സ് യൂണിവേഴ്സിറ്റി, ന്യൂജേഴ്സിയിലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു യൂണിവേഴ്സിറ്റിയാണിത്. നിരവധി ഗവേഷണങ്ങളും കണ്ടെത്തലുകളും ലോകത്തിന് സംഭാവന ചെയ്ത ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് റട്ഗേഴ്സ് യൂണിവേഴ്സിറ്റി. ഈ റട്ഗേഴ്സ് യൂണിവേഴ്സിറ്റി രാവിലെ തൊട്ട് വൈകുന്നേരം